ഭാര്യ ഉണ്ടായിട്ട് പോലും ആ ഭാര്യ അദ്ദേഹത്തിൻ്റെ ലൈംഗികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ബദൽ അവിടെ വീട്ടിലുള്ള ഒരു ടോയ്ലറ്റിൻ്റെ ഒരു ദ്വാരത്തിൽ കൂടി അയാൾ എന്ത് ചെയ്യാണ്, അത് ഒളിഞ്ഞു നോക്കുകയാണ്. ഇത് 2-3 ആവർത്തിക്കപ്പെടുകയും സ്വന്തം മകൾ പോലും ഏറ്റവും മാന്യമായി അവൾക്ക് പരിക്കേൽക്കാത്ത രൂപത്തിൽ അവളോട് പെരുമാറണം, അവളെ പരിഗണിക്കണം, അവളെ മാനസികമായി പിന്തുണക്കണം, അവളെ വൈകാരികമായിട്ട് ആ ഒരു സാമീപ്യം കരസ്ഥമാക്കണം എന്നൊന്നും ഇയാൾക്കറിയില്ല. പക്ഷേ ഇവളുടെ സ്വകാര്യമായിട്ടുള്ള വീഡിയോസ് പലവട്ടം അവൻ്റെ ആവശ്യത്തിന് വഴങ്ങിയിട്ട് അവൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ ലേറ്റായിട്ടാണ് അവൾ മനസ്സിലാക്കുന്നത്, എന്ത്, ഞാൻ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവൻ നമ്പർ 1 ഫ്രോഡാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഹൃദ്യമായി സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ജീവിതത്തിൽ ഏറെ ഉപകരിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് ആദ്യം തന്നെ ആവശ്യപ്പെടുന്നു. ഇന്നും നമ്മളോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കുചേരുന്നത് സയദ് സാറാണ്. സയദ് സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും. സയദ് സാർ, ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യം, ഇപ്പോൾ പലപ്പോഴും നിങ്ങളെ ഫോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാറില്ല അല്ലേ. അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾ പറയാറുള്ളത് കൗൺസിലിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ്. കൗൺസിലിങ്ങിൻ്റെ കേസുകൾ നിങ്ങളും പറയാറില്ല, ഞാൻ അങ്ങോട്ട് അന്വേഷിക്കാറില്ല. അത് ആ ഒരു പ്രിൻസിപ്പൾ അങ്ങനെയാണല്ലോ. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, പടച്ചോനെ, നിങ്ങളൊക്കെ ഇടപെടുന്ന ഒരു മേഖല, എത്രമാത്രം ആളുകളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനാണല്ലോ നിങ്ങളടുത്ത് വരുന്നത്. അപ്പോൾ ആ മേഖലയിൽ അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ അറിവും തൗഫീക്കും കൂടുതൽ ഇനിയും ഇടപെടാനുള്ള സാഹചര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊന്നും ഇടപെട്ടാൽ തീരാത്തതിന് മാത്രം പ്രശ്നങ്ങൾ ഇന്നുണ്ട് അല്ലേ. മാനസികമായ രോഗങ്ങൾ, മാനസികമായ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ ഒരുപാട് വേറെ. ഈ ഒരു അർത്ഥത്തിൽ നിങ്ങളടുത്തേക്ക് വരുന്നതിൽ ഈ ഒരു പീസ് റേഡിയോ സ്നേഹക്കൂടിൽ പറയണം, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് ബോധവൽക്കരിക്കണം എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ചർച്ച. ബിസ്മില്ലാ. നമ്മൾ സാധാരണ കൗൺസിലിംഗ് അനുഭവങ്ങളിൽ നിന്നും സാമൂഹ്യ ജീവിത അനുഭവങ്ങളിൽ നിന്നും കിട്ടുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും സ്നേഹക്കൂടിൻ്റെ ഈ ഒരു എപ്പിസോഡുകൾക്ക് വിഷയീഭവിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നിയൊരു സംഗതി, ഈ ഹൈപ്പർ സെക്സ്വാലിറ്റി, അമിതമായ ലൈംഗികമായ തൃഷ്ണ, താല്പര്യം, അല്ലെങ്കിൽ അത് പർവ്വതീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരുപാട് രതി വൈകൃതങ്ങൾ നമ്മുടെ ഇടയിൽ സാർവത്രികമായി കൊണ്ടിരിക്കുകയുണ്ട്. എനിക്ക് അടുത്ത് ഒരു 1-2 മാസങ്ങൾക്കും ഉണ്ടായ ഒരു അനുഭവം, ഒരു സഹോദരി, അവർ ഒരു റിട്ടയേർഡ് അധ്യാപികയാണ്. ആ റിട്ടയേർഡ് അധ്യാപിക എന്നെ വിളിച്ചിട്ട്, പിന്നെ നിങ്ങളോട് ഈ കാര്യം പറയുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, ഞാൻ മാനസികമായിട്ട് ആകെ ഡിപ്രഷനിലാണ്. കാരണം എൻ്റെ ഭർത്താവ് സമൂഹത്തിൽ വളരെ നിലയും വിലയും പിന്നൊക്കെ ഉള്ള, പള്ളി കമ്മിറ്റിയിൽ പോലും ഒക്കെ ആ ഒരു സാന്നിധ്യമുള്ളൊരു മഹൽ വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഇടയിലുള്ള ചില പെരുമാറ്റങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തീരെ സഹിക്കുന്നില്ല. കാരണം ഞാൻ ഒരു ഭാര്യയായി ഉണ്ടായിട്ട് പോലും അയാൾ എന്നെ പരിഗണിക്കാതെ അടുത്ത വീട്ടിലുള്ള സ്ത്രീകൾ, അത് അവരെ നോക്കി അദ്ദേഹത്തിൻ്റെ ലൈംഗികമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരവസ്ഥ എനിക്ക് കാണേണ്ടി വരികയാണ്. കണ്ടിട്ടും അയാൾക്ക് എന്തില്ല, ഒരിളക്കമില്ല. ഇത് എൻ്റെ മാനസിക നില തന്നെ തകരാറിലാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സഹോദരി എന്നെ വിളിച്ചത്. അയാൾക്ക് മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും വകവെക്കാതെയാണ് ഈ മനുഷ്യൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഗതി, രതി വൈകൃതങ്ങൾ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നു. അതിന് പണ്ട് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓപ്പണായി സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് ഒരു വിവാഹം വേണം എന്നൊരു പെൺകുട്ടി ഓപ്പണായിട്ട് പറയാറുണ്ടായിരുന്നില്ല അല്ലേ. വിവാഹം വേണ്ടാത്തതുകൊണ്ടല്ല, അവർക്ക് വിവാഹം വേണം. പക്ഷെ അത് ഡിറക്റ്റായിട്ട് ഉപ്പയോടോ ഉമ്മയോടോ ഒന്നും, സഹോദരനോടോ ഒന്നും അവരത് പറയില്ല. പക്ഷെ ഇന്ന് വളരെ ഡിറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു പ്രകൃതത്തിലേക്ക് യുവതികളും യുവാക്കളും ഒക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സമൂഹം നേരിടുന്ന ലൈവായ പ്രശ്നങ്ങൾ
നമ്മൾ മൂടി വെച്ചിട്ടും കാര്യമല്ല. കാരണം സ്വകാര്യതയിൽ ആളുകൾ ഇതാണ് കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഇസ്ലാമികമായ പരിപ്രേക്ഷ്യം എന്ത്, അത് പറയാൻ നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സ്നേഹക്കൂടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട വിഷയം എനിക്ക് തോന്നിയത് ലൈംഗികമായ വൈകൃതങ്ങൾ, രതിവൈകൃതങ്ങൾ. പ്രത്യേകിച്ച് പാരൻസ് അതിനെക്കുറിച്ച് അവെയർഡ് ആവണം. മക്കളിൽ, പെൺകുട്ടികളിലാവാം ആൺകുട്ടികളിലാവാം, ഇത്തരം വൈകൃതങ്ങൾ ഉണ്ടാകുമ്പോൾ പലതും ചികിത്സിക്കേണ്ടതാണ്. അപ്പോൾ ആ ചികിത്സ നൽകണമെങ്കിൽ ആ രോഗം എന്താണെന്നുള്ള അറിയണ്ടേ. അതിൽപ്പെട്ട കുറേ രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളെക്കുറിച്ചുള്ള, വൈകൃതങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാവും ഇന്നത്തെ എപ്പിസോഡിൽ നന്നാവുക. മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാനസിക പ്രശ്നങ്ങൾ പലതരത്തിലുണ്ടാവാറുണ്ട് അല്ലേ. അത് അസൂയ പോലെയുള്ള ചെറിയ സംഭവം, ചെറുതെന്നല്ല, ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾ ഉദ്ദേശിച്ചത്, തുടങ്ങിയിട്ട് മറ്റുള്ളവരെ വെറും വെറുപ്പോടുകൂടിയും വിദ്വേഷത്തോടുകൂടിയും കാണുന്നത് പോലെ, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടതുപോലെ സെക്ഷലായിട്ടുള്ള വ്യത്യസ്തമായ രതി വൈകൃതങ്ങൾ ഇതിന്ന് കുട്ടികളിൽ കൂടുതലാണ്, യുവാക്കളിലുണ്ട്. കേരളക്കരയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് ഇന്ന്. എങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ തരത്തിലുണ്ട്, എന്താണ് അതിന് പരിഹാരം? വ്യക്തമായ ചികിത്സകൾ കൃത്യമായ സമയത്ത് എടുത്തിട്ടില്ലെങ്കിൽ അത് ഏറ്റവും പ്രയാസം എല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്നതുകൂടിയാണല്ലോ ഈ സാഹചര്യം നമ്മളെ സൂചിപ്പിക്കുന്നത്. എങ്കിൽ സർ, എന്തൊക്കെയാണ് ഒരു രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്? എന്താണ്, വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഈ ഒരു മേഖലയിലേക്ക് പോകും? ഇതിൽ പാരാഫീലിയാസ് എന്ന പേരിലാണ് ഈ രതി വൈകൃതങ്ങൾ അറിയപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വോയറിസാണ്. വോയറിസം എന്ന് പറഞ്ഞാൽ സാർവത്രികമാണ്. അത് നമ്മൾ പലപ്പോഴും ചില ആളുകൾ സ്വകാര്യമായിട്ട് ബാത്റൂമിലേക്ക്, അല്ലെങ്കിൽ കുളിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് ഒളിഞ്ഞു നോക്കുക. അപ്പോൾ ഈ ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് അവർക്ക് ലൈംഗികമായിട്ടുള്ള ആസക്തി ഉണ്ടാവുകയും അവരുടെ ലൈംഗികമായിട്ടുള്ള വികാരങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. ഒരു കുളിക്കടവിലാണെങ്കിൽ ആ കുളി നടക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് ഇത്തരം കാഴ്ചകൾ കാണുന്ന സന്ദർഭത്തിൽ രതിമൂർച്ച ഉണ്ടാവുകയും അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. ഇത് ഒരു രോഗമാണ്, വോയറിസം എന്നാണ് ഇതിന് പറയുക. ഇത് ഇന്നത്തെ കാലഘട്ടത്തിലല്ല, മുമ്പേ ഇത്തരത്തിലുള്ള ഒരവസ്ഥയുണ്ട്. ഇതൊരു രതി വൈകൃതമാണ്. അപ്പം അത് കുട്ടികളുടെ കൗമാരത്തിൽ പ്രത്യേകിച്ച് ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം കുട്ടികൾക്ക് ലൈംഗികമായ ചോദന, താല്പര്യം കൂടുന്ന ഒരു സമയമാണ് കൗമാരം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടിയാണ് ഇന്ന് കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, അല്ല, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രതിയോടുള്ള താല്പര്യം കൂടുന്നു. കാരണം മറ്റ് ടെൻഷൻസ് ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അത് വിവാഹമാണ്. ആ വിവാഹത്തിൻ്റെ പ്രായത്തിൽ എത്തിയിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പരിഹാരമായിട്ട് അവർ കാണുന്നത് ഇത്തരം കാഴ്ചകൾ സ്വകാര്യമായിട്ട് കാണുക. ഇപ്പോൾ ഈ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിൽ ഒരു സഹോദരി സ്വന്തം ഫാദർ ഇൻ ലോയെ സംബന്ധിച്ചാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അയാൾ പ്രായമുള്ള ആളാണ്, ഭാര്യയുണ്ട്. ഭാര്യ ഉണ്ടായിട്ട് പോലും ആ ഭാര്യ അദ്ദേഹത്തിൻ്റെ ലൈംഗികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ബദൽ അവിടെ വീട്ടിലുള്ള ഒരു ടോയ്ലറ്റിൻ്റെ ഒരു ദ്വാരത്തിൽ കൂടി അയാൾ എന്ത് ചെയ്യാണ്, അത് ഒളിഞ്ഞു നോക്കുകയാണ്. ഇത് 2-3 ആവർത്തിക്കപ്പെടുകയും സ്വന്തം മകൾ പോലും, അതായത് ഈ ഉമ്മയുടെ മകൾ പോലും ഇത് കാണാൻ ഇടവരികയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആസക്തി മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം അതൊരു ലഹരിയാണ്, എഡിക്ഷനാണ്. ഈ എഡിക്ഷനിൽ കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ലൈംഗികമായിട്ടുള്ള പൂർത്തീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വോയറിസം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സെക്സ്വൽ ഓർഗൻസിനെ, ലൈംഗികമായിട്ടുള്ള അവയവങ്ങളെ സ്വകാര്യമായിട്ട് ദർശിക്കുന്നതിൽ കൂടി അവർക്ക് സുഖം ഉണ്ടാവുകയും അല്ലെങ്കിൽ അവർ സ്വയംഭോഗം ചെയ്യുകയും അവർക്ക് രതിമൂർച്ച എത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് സ്ത്രീകൾ കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ഒരു സ്ത്രീയുടെ നഗ്നത ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അഴക് കാണുന്ന സന്ദർഭത്തിൽ, നിമ്നോന്ന പ്രദേശങ്ങൾ കാണുമ്പോൾ തന്നെ വൈകാരികമായിട്ടുള്ള ഉത്തേജന പുരുഷനുണ്ടാവും.
അതുകൊണ്ടാണ് സ്ത്രീ അവളുടെ മുഖമക്കനകൾ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം എന്നുള്ള ഇസ്ലാമിൻ്റെ നിർദ്ദേശം. കാരണം എക്സിബിറ്റ് ചെയ്യുന്നതോടുകൂടി പുരുഷൻ്റെ ലൈംഗികത ഉണരുന്നുണ്ട്. ആ ഉണരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത്തരം വൈറിസ്റ്റുകളെ അല്ലെങ്കിൽ ഒളിഞ്ഞു നോട്ടക്കാരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാർവത്രികമാണ്. പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും അതിനുള്ള സാഹചര്യങ്ങൾ കൂടി കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൊബൈൽ ഫോണുകൾ എന്ന് പറയുന്നത് ഇന്ന് സ്വകാര്യ നമ്മുടെ സ്വത്തുകളാണ്. എന്ത് വൃത്തികേടുകളും കാണാൻ വേണ്ടിയിട്ട് അത് പലപ്പോഴും ഈ വിദ്യാർത്ഥികളിലൊക്കെ കുട്ടികളിലൊക്കെ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ പറയാറുള്ളൊരു കാര്യം അത് തന്നെയാണെന്നുള്ളതാണ്. പഠനത്തിൽ വളരെ പെട്ടെന്ന് മുന്നോട്ട് നിന്നിരുന്നൊരു കുട്ടി വളരെ വേഗം പിന്നോട്ട് പോകുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവസാനം കുട്ടികളായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ അവരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതുപോലെയുള്ള സ്വകാര്യമായ വീഡിയോകളും ഫോട്ടോകളും കണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, അതൊരു രോഗം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് മക്കൾ ആ രൂപത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുതിർന്ന ആരാണോ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ ആ രൂപത്തിലുള്ളത് എങ്കിൽ അവരെ നല്ല രൂപത്തിൽ ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ, സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. സർ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വ്യവസായമാണ് സെക്സ് ഇൻഡസ്ട്രി. ഈ ഭക്തിയും മതബോധമൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാതായനങ്ങൾ തുറക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ലോകത്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ടോയെന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ കുട്ടികൾ, അതായത് 5ാം ക്ലാസ്സിലും 6ലും 7ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ എല്ലാ ലോകവും തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഏത് സൈറ്റിലാണ് പോയി കയറുന്നത്, എന്താ കാണുന്നത്, എങ്ങനെ ജീവിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇത്തരം ലോകത്തേക്ക് പോകും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സ്വന്തം സഹോദരിയുടെ നഗ്നത വിറ്റ് കാശാക്കുന്ന സഹോദരൻ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇന്ന് ഇത്തരം വീഡിയോസ് ഷൂട്ട് ചെയ്ത് വിൽപ്പന നടത്താൻ തയ്യാറുണ്ടെങ്കിൽ ഡോളേഴ്സ് നൽകാൻ ആളുകൾ തയ്യാറാണ്. അപ്പോൾ ഇവർക്കും ഇതറിയാം. അപ്പോൾ അത് സ്വന്തം സഹോദരിയുടെ വേഷം മാറി ചിത്രം സ്വകാര്യമായ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് വിൽപ്പന നടത്തുന്ന സഹോദരൻ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നമ്മൾ ആ ഒരു ജാഗ്രത നമുക്ക് വേണം. എല്ലാവരും അങ്ങനെയാണ് നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേഷം മാറുന്ന ഘട്ടത്തിൽ നമ്മുടെ വീട് റൂം ഉറപ്പുള്ളതാണോ, അടച്ചിട്ടിട്ടുണ്ടോ, അവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടോ, നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണെങ്കിൽ ആ റൂം സുരക്ഷിതമാണോ എന്ന് ബോധ്യമായിക്കൊണ്ടാണ് നമ്മൾ ആ റൂം എടുക്കേണ്ടത്. കാരണം പണ്ടുള്ളത് പോലെയല്ല, ഇന്ന് എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ട കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് സെക്സ് ഇൻഡസ്ട്രിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, പോൺ ഇൻഡസ്ട്രിയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ലൈവായി ബെഡ്റൂമുകളിൽ നടക്കുന്ന ഇത്തരം കാഴ്ചകളെ ഒപ്പിയെടുത്തുകൊണ്ട് വിൽപ്പന നടത്തുന്ന ചെറുപ്പക്കാരികളും അവരുടെ എണ്ണമൊക്കെ വർദ്ധിക്കുകയാണ്. അപ്പോൾ ആളുകളിത് വിൽപ്പന നടത്താൻ തയ്യാറാണ്. അപ്പോൾ അവർക്ക് ഇത് ഈ പ്രചോദനം കിട്ടുന്നത് പണം എന്നുള്ള ആ ഒരു ലാഭേച്ഛ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പാരൻസ് അവെയർഡ് ആവണം. അവെയർ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം ഏതെങ്കിലും സൈറ്റിലെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ബോധ്യമാവുക, പടച്ചോനെ എനിക്കിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ജീവിതം പുലർത്തുക. നമ്മുടെ ബെഡ്റൂം ആണെങ്കിലും നമ്മുടെ ടോയ്ലറ്റ് ആണെങ്കിലും അവിടെയൊക്കെ തന്നെ സുരക്ഷിതത്വമുണ്ടോ? പലപ്പോഴും നമ്മുടെ ആളുകൾ അത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് വേണ്ടത്ര സൂക്ഷ്മത പുലർത്താത്തവരാണ്. അതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഒരു കീ ഹോൾ അവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ശസ്ത്രക്രിയയുടെ പേരാണ് കീ ഹോൾ സർജറി, എന്നൊരു കീ ഹോളിൽ കൂടി ഇത്തരം ഒളിഞ്ഞു നോട്ടക്കാർ ഇത്തരം കാഴ്ചകൾ കണ്ട് അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ള ആ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ അത്തരം അവസരങ്ങൾ നമ്മൾ നിഷേധിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിയാൽ മതി. കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഇവളുടെ ഫോണിൽ അഥവാ അക്കൗണ്ടിൽ ഒരിക്കലും അവളുടെ ഒരു പിതാവ് അറിയാത്തൊരു വലിയൊരു എമൗണ്ട് സംഖ്യ കാണാൻ ഡെയിലി രക്ഷിതാവ് മകളോട് ചോദിക്കുമ്പോൾ ആ മകൾ പറഞ്ഞു, എങ്ങനെയാണ് നിനക്ക് നിൻ്റെ അക്കൗണ്ടിൽ ഇത്രമാത്രം ക്യാഷ് വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അവസാനം നിക്കക്കള്ളില്ലാതെ ആ കുട്ടി പറഞ്ഞത്, രാത്രി മുഖം മറച്ചുകൊണ്ട് ശരീരം പ്രദർശിപ്പിക്കുകയും അത് കാണുകയും അതിന് കാണുന്ന സമയത്ത് തന്നെ പൈസ. ഇത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന സംഭവമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെയൊക്കെ പരിസരങ്ങൾ നടക്കുന്നതാണ്. അഥവാ ഇങ്ങനെയുള്ള ഒരുപാട് ട്രാപ്പുകൾ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുള്ളത്. സാറേ, എന്താ അറിയോ, ഇന്നത്തെ ഈ ഇൻസ്റ്റാ കൾച്ചർ ഉണ്ടല്ലോ,
ഇൻസ്റ്റാഗ്രാമിൽ കൂടി 15, 14, 13 വയസ്സുള്ള പെൺകുട്ടികൾ, കഴിഞ്ഞ ദിവസം ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്യാണ്. വിളിച്ചിട്ട് അവൾ പറയുന്നത് അവളുടെ പാരൻസ് ഗൾഫിലാണുള്ളത്, അവൾ വല്യമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ 16ാമത്തെ വയസ്സിൽ ആരംഭിച്ച പ്രണയമാണ്. ഒരു പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിലാണ് ഈ കുട്ടി പഠിച്ചത്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾ എന്താണ്, അവരുടെ സംസ്കാരം എന്താണ്, അവരുടെ മനഃശാസ്ത്രം എന്താണ്, അവരുടെ പർപ്പസ് എന്താണ്, ഇതൊന്നും ഈ കുട്ടിക്ക് അറിയില്ല. സോ ഷീ ഗോട്ട് ട്രാപ്ഡ് ഇൻ എ എഫെയർ. അപ്പോൾ ആ എഫെയറിൽ ട്രാപ്പ് ചെയ്ത ആദ്യ വർഷങ്ങളിൽ തന്നെ ഈ ആൺകുട്ടി ഇവളോട് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാനാണ്. പലവട്ടം അദ്ദേഹം അതിനുവേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അവൾ എക്സ്ക്യൂസ് ചെയ്തു. പക്ഷേ ഇവളുടെ സ്വകാര്യമായിട്ടുള്ള വീഡിയോസ് പലവട്ടം അവൻ്റെ ആവശ്യത്തിന് വഴങ്ങിയിട്ട് അവൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ ലേറ്റായിട്ടാണ് അവൾ മനസ്സിലാക്കുന്നത്, എന്ത്, ഞാൻ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവൻ നമ്പർ 1 ഫ്രോഡാണ്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ, ഇപ്പോൾ 15, 16 വയസ്സുള്ള പെൺകുട്ടികൾക്ക് എന്താണ് സെക്സ്വൽ ലൈഫ്, എന്താണ് സെക്സ് അബ്യൂസ്, എന്താണ് ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ കൃത്യമായിട്ട് പാരൻസ് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ വഴി തെറ്റും. പലപ്പോഴും എഫെയർ എന്നുള്ള പേരിൽ ഇത്തരം ട്രാപ്പുകളിൽ കുടുങ്ങിയിട്ട് അവർ സെക്സിന് വിധേയമായിട്ട്, ലൈംഗിക ആഭാസങ്ങൾക്ക് വിധേയമായിട്ട് ഒരു രക്ഷയുമില്ല എന്ന് വരുമ്പോഴാണ് പെൺകുട്ടികൾ ശാഠ്യം പിടിക്കുന്നത്, എനിക്ക് അത് തന്നെ മതി വിവാഹം. കാരണം പെണ്ണിൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് സെക്സൽ എൻകൗണ്ടർ ആദ്യമായിട്ട് ആരുമായിട്ടാണോ ഉണ്ടായത്, അതിന് കഞ്ചാവിന് അടിമപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവൾക്ക് ആ വ്യക്തിയെ മറക്കാൻ പറ്റില്ല. ഇതാണ് പാരൻസ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉന്നത വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മുടെ മക്കളെ പലപ്പോഴും വലിയ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ അടുത്ത് എൻ്റെ അടുത്തൊരു കൗൺസിലിംഗ് കേസ് വന്നു. അപ്പോൾ അവർ പറയാണ്, തഹജ്ജുദ് പോലും നമസ്കരിച്ചിരുന്ന കുട്ടിയാണ് എൻ്റെ കുട്ടി, അവൾ ട്രാപ്പ് ചെയ്യപ്പെട്ടത് ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയുമായിട്ടാണ്. ഇന്ന് അവൾ വിവാഹത്തിന് അനുവദിക്കുന്നില്ല, വിവാഹത്തിനെ സമ്മതിക്കുന്നില്ല, അവർ നിസ്സഹായരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും അവസ്ഥ എന്ത്, അതിനനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. അപ്പോൾ പെണ്ണിന് എപ്പോഴും സുരക്ഷിതത്വവും സമാധാനവും നൽകപ്പെടേണ്ട ഒരു സംരക്ഷകനുണ്ട്. അത് ഉപ്പയാണ്, ഉമ്മയാണ്. അതില്ലാത്ത സന്ദർഭത്തിൽ ഭർത്താവാണ്. അല്ലാതെ അവരെ തുറന്നു വിടുന്ന ഒരു കൾച്ചർ, സംസ്കാരം ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നേയില്ല. അനുവദിക്കാതിരിക്കാനുള്ള കാരണം പലതരം ട്രാപ്പുകളിൽ അവർ അകപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ വ്യത്യസ്തമായ സ്വഭാവ വൈകല്യങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന ഈ സെക്ഷൽ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അടുത്ത ഇതുപോലുള്ള രോഗങ്ങൾ, രണ്ടാമത്തെ ഒരു രതി വൈകൃതം എന്ന് പറയുന്നത് സാഡിസ്റ്റിക് പ്ലഷർ നേടുന്ന ആളുകളാണ്. ലൈംഗികമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി ഇണയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ആരാണോ അയാൾക്ക് ലൈംഗിക ആസക്തി പൂർത്തീകരിക്കാൻ കിട്ടുന്നത് അവരെ വേദനിപ്പിച്ചുകൊണ്ട് ലൈംഗിക ആനന്ദം കണ്ടെത്തുക, ഇതൊരു രോഗമാണ്. അത് ഭാര്യയിൽ കൂടിയും ആ രൂപത്തിൽ രതി പൂർത്തീകരിക്കുന്ന പുരുഷന്മാരുണ്ട്. അവർ റഫ് ആൻഡ് ടഫ് ആയിരിക്കും. അപ്പോൾ ആ ഭാര്യയെ വേദനിപ്പിക്കുന്ന സമയത്താണ് അയാൾക്ക് എന്ത് ചെയ്യുന്നത്, ലൈംഗികമായിട്ടുള്ള ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ പലപ്പോഴും ശരീരത്തിൽ മുറിവുണ്ടാക്കാനും മാരകമായിട്ടുള്ള മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ മുറിവുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ഗ്രാറ്റിഫിക്കേഷൻ, ലൈംഗികമായ സംതൃപ്തി ഉണ്ടാവുകയാണ്. സത്യത്തിൽ ഇതൊരു രോഗമാണ്. എന്നിട്ട് ഇതൊക്കെ സഹിച്ച് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. ഇപ്പോൾ കൗൺസിലിങ്ങിന് ഒരിക്കലും ഒരു സഹോദരി വന്നു. ആ സഹോദരിയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഏകദേശം ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സഹോദരി പറയാണ്, എന്താണ് അതിന് കാരണം, എൻ്റെ ഭർത്താവ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നതും എന്നോട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടത്തുന്നതും എനിക്ക് പേടിയാണ്. കാരണം വളരെ റഫ് ആൻഡ് ടഫായിട്ടാണ് അയാൾ എന്നോട് പെരുമാറാറുള്ളത്. ഈ ഒരു റഫ്നെസ്സാണ്, അല്ലെങ്കിൽ ശക്തമായി അയാളുടെ പേശീബലം ഉപയോഗിക്കുന്നതാണ് ഭാര്യയ്ക്ക് വെറുപ്പുണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് സോഫ്റ്റായിട്ട് പെരുമാറാനും സോഫ്റ്റായി ടച്ച് ചെയ്യാനുമാണ്. ഇത് മനസ്സിലാക്കാതെ ഇയാൾ പെരുമാറുന്നു. അപ്പോൾ അയാളുടെ പരാതി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കേണ്ടത് ഇസ്ലാമിക ദൃഷ്ട്യാ അവളുടെ ഉത്തരവാദിത്തമല്ലേ. ഇയാൾ അതിൻ്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലൊക്കെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി, അവകാശവാദത്തിലാണ്. പക്ഷേ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന രൂപത്തിൽ
ഏറ്റവും മാന്യമായി അവൾക്ക് പരിക്കേൽക്കാത്ത രൂപത്തിൽ അവളോട് പെരുമാറണം, അവളെ പരിഗണിക്കണം, അവളെ മാനസികമായി പിന്തുണക്കണം, അവളെ വൈകാരികമായിട്ട് ആ ഒരു സാമീപ്യം കരസ്ഥമാക്കണം എന്നൊന്നും ഇയാൾക്കറിയില്ല. അതായത് ഒരു സാഡിസ്റ്റിക് ടെമ്പർമെൻ്റാണ് ഇത്തരം ആളുകൾക്കുള്ളത്. ഇതൊരു രതി വൈകൃതമാണ്. ആശിറുഹുന്ന ബിൽ മഅറൂഫ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. അഥവാ ഏറ്റവും മാന്യമായിട്ട് നിങ്ങൾ സ്ത്രീകളോട് ഇടപഴകണമാണ്. അത് ഏത് കാര്യത്തിൽ, സംസാരത്തിലാണെങ്കിലും പ്രവർത്തനത്തിലാണെങ്കിലും, ഈവൻ ശാരീരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ പോലും ഏറ്റവും മാന്യമായി പെരുമാറണമെന്നാണ്. ഈ സാഡിസ്റ്റിക് സ്വഭാവമുള്ള ആളുകൾ തൻ്റെ ഇണകളോട് വളരെ പരുക്കമായിട്ടാണ് പെരുമാറുക എന്നുള്ളതാണ്. സർ, ഒരു വിവാഹമോചനത്തിൻ്റെ ഒരു കേസുമായി ഇടപെട്ട സമയത്ത് ഫസ്റ്റിലൊരു വിവാഹം കഴിഞ്ഞു, സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ ഇണക്കമില്ല, അതിൻ്റെ പേരിൽ പിരിയൻ. രണ്ടാമതും ഇദ്ദേഹം വിവാഹം കഴിയാണ്. രണ്ടാമത് വിവാഹം കഴിഞ്ഞ് അതിലും ഒരല്പകാലം മുന്നോട്ട് പോയി തകരുകയാണ്. അപ്പോൾ എന്നോട് ബന്ധപ്പെട്ട ഒരാൾ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, സംതിങ് എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ നല്ലൊരു കൗൺസിലറെ കാണണം, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവില്ല. പിന്നീട് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നെ എന്ത് ചെയ്യുന്നത്, വിവാഹം ചെയ്തിരുന്ന രണ്ടാമത്തെ കല്യാണം കഴിച്ചിരുന്ന ആ സ്ത്രീ വിളിച്ചിട്ട് ചോദിക്കണത്, ഇന്ന ഒരാളുടെ നിങ്ങൾക്കറിയുമോ, നിങ്ങളല്ലേ അതിലൊന്നാമത്തെ കല്യാണത്തിലൊക്കെ ഇടപെട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരുപാട് പരാതികൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോടത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ജീവിതം ഏതായാലും അവസാനിച്ചില്ലേ. പക്ഷേ ഈ കുടുംബം അപ്പോഴും ചെയ്യണം എന്താ കാര്യം അറിയും, മൂന്നാമത് ഇദ്ദേഹത്തിൻ്റെ ഒരു വിവാഹത്തിനെ കുറിച്ച് അന്വേഷിക്കണം. അപ്പോൾ അവൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്യുകയും, ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, അത് വലിയ പ്രയാസങ്ങളാണ്, ഇനിയെങ്കിലും ഒരു മാന്യമായ നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നല്ലൊരു ഡോക്ടറെ പോയിട്ട് കാണിക്കണം. അന്ന് ഞാൻ ആ പറഞ്ഞ കാര്യം വന്നപ്പോൾ വീണ്ടും നമ്മളൊരു പുച്ഛിച്ച് പരിഹസിച്ച് നമ്മളൊരു വൺ സൈഡ് മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നുള്ള രൂപത്തിലാണ്. പക്ഷെ മൂന്നാമത്തെ വിവാഹം കഴിഞ്ഞിട്ടും ആളെന്ത് ചെയ്യാനാണ്, മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നീടാണ് നമ്മളടുത്തേക്കിന് ഇവർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തൻ്റെ ഇണയെ ഏറ്റവും മാനസികമായി പ്രയാസപ്പെടുത്തുന്നതിൽ സന്തോഷം കണ്ടെത്തുക, അത് പലപ്പോഴും ഈ ഭർത്താവ് എന്ത് ചെയ്യണമല്ലോ, ഹേയ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു ദുസ്വഭാവമൊന്നുമില്ലല്ലോ എന്ന രൂപത്തിലാണ് ഇയാളും തിരിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്നേഹക്കൂടിന് സംതിങ് നിർദ്ദേശം വെക്കാനില്ലേ? തീർച്ചയായും നമുക്ക് ആ വൈകൃതങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരത്തിലേക്ക് പിന്നീട് വരാം. ഓക്കെ. മൂന്നാമത്തെ ഒരു വൈകൃതം എന്ന് പറയുന്നത് മെസോക്കിസമാണ്. മെസോക്കിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ തന്നെ വേദന അല്ലെങ്കിൽ അത് ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു ഫീൽ ഉണ്ടാക്കുക. സ്വന്തം ശരീരത്തിന് തന്നെ വേദന ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി ലൈംഗിക സംതൃപ്തി, ഇതൊക്കെ വൈകൃതങ്ങളാണ്. അപ്പോൾ നമ്മൾ ആണിനെ തന്നെ സമീപിക്കുക എന്നുള്ളത് അത് പ്രശ്നമില്ല എന്ന് വിധി എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇസ്ലാം ഒരിക്കലും അത്തരത്തിലുള്ള ഹോമോസെക്സ്വാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള പാപമായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല സർ, ഇതുപോലുള്ളൊരു ചർച്ച ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടത്തുന്നവർ നടത്തുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച് പറയുന്നത് 6-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ട്, ചിലപ്പോൾ 1-ാം നൂറ്റാണ്ടൊക്കെ കിട്ടി നമ്മളെ മാറ്റും. അഥവാ ഇതൊക്കെ പുരോഗമനത്തിന് തടസ്സമാണ് എന്നും, ഇതൊന്നുമല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, ഒരു അതിർത്തിയുമില്ലാത്ത എനിക്കിഷ്ടമുള്ള ആരായിട്ട് എനിക്ക് എന്തു ചെയ്യാമെന്നുള്ള അത് വളർത്തിക്കൊണ്ടുവരും, അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മീഡിയകളുടെ ഒരു കാലത്താണ് വളരെ പരിപാവനമായ ഒരു ജീവിതം വേണം, അത് യഥാർത്ഥമായ ജീവിതം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ വിൽക്കുന്നതിനോട്. അല്ല, അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരു സൈക്കോളജിക്കൽ റിവ്യൂ വായിക്കുകയാണ്. റീൽസുകൾ മനുഷ്യൻ്റെ മനസ്സിനും അതുപോലെ തന്നെ മസ്തിഷ്കത്തിനും വരുത്തുന്ന അപജയങ്ങൾ അല്ലെങ്കിൽ തകരാറുകൾ, ഏത് കാര്യത്തിനും ഹൈറും ഷെറും ഉണ്ട്. ഹൈറുള്ള കാര്യങ്ങളാണ്, നന്മയുള്ള ഭാഗങ്ങളാണ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്. അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ നെഗറ്റീവ്സ് കൂടുതലാണെങ്കിൽ അത് ഒഴിവാക്കാനാണ് കൽപ്പിക്കപ്പെട്ടത്. ഈവൻ മദ്യം പോലും അല്ലേ, ആസക്തി ഉണ്ടാക്കുന്ന മദ്യം, അതിൽ കൂടുതലുള്ളത് തിന്മകളാണ്. അപ്പോൾ ആ തിന്മ കൂടുതലുള്ളത് കൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കണം, അത് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. അതുപോലെ രതി പൂർത്തീകരണത്തിന് വേണ്ടി ഏത് ഹീനമായ മാർഗവും തേടാവുന്നതാണ്. തേടുന്നതിൽ കൂടി ചിലപ്പോൾ രതി പൂർത്തീകരണം നടന്നേക്കാം, പക്ഷേ അത് തേടാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ആത്യന്തികമായി നമുക്ക് ലഭിക്കുന്ന സമാധാനം നഷ്ടപ്പെടും അല്ലേ. ഇവിടെ ലൈംഗികമായ വൈകൃതങ്ങളിലേക്ക് ഒരാൾ നീങ്ങുമ്പോൾ അത് അയാളുടെ മാനസികാരോഗ്യത്തിനും അയാളുടെ കോൺഫിഡൻസിനും അയാളുടെ വ്യക്തിത്വത്തിനും അയാളുടെ ജോലിക്കും അയാളുടെ പഠനത്തിനുണ്ടാക്കുന്ന ക്ഷതങ്ങൾ അല്ലെങ്കിൽ മുറിവുകൾ അല്ലെങ്കിൽ വേദനകൾ പരിഹരിക്കപ്പെടാത്തതാണ്. അപ്പോൾ ഇവിടെ ഇത്തരം ആളുകൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ, പരിഹരിക്കപ്പെടാത്ത കുറേ പ്രശ്നങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താ നേട്ടം എന്ന് പറഞ്ഞാൽ, ആളുകളുടെ മാനസികാരോഗ്യം തകർന്നു കഴിഞ്ഞാൽ അവരുടെ കച്ചവടങ്ങൾ നടക്കും. അവരുടെ കച്ചവടം നടക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം.
എല്ലാവർക്കും വേണ്ടത് കച്ചവടമാണ്. ഇങ്ങനെയുള്ള കുറേ മാനസിക രോഗികൾ ഈ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ കച്ചവടങ്ങൾ പൊടിപൊടിക്കും. അപ്പോൾ ഇസ്ലാം നിർദ്ദേശിക്കുന്ന പല നിർദ്ദേശങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവുന്നതാണ്. കുടുംബ ബന്ധം ശാക്തീകരിക്കുന്നത് മനുഷ്യൻ്റെ സമാധാനത്തിനാണ്. അല്ലെ, ഉപ്പ ഉമ്മ മക്കൾ ഭാര്യ മക്കൾ, ഈ ഒരു സംവിധാനം ഭദ്രതയോടുകൂടി നിലനിൽക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് എന്താണ്? സമാധാനമാണ്. ആ സമാധാനം ഉണ്ടാവുമ്പോൾ ഒരു രാജ്യത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ വളർച്ച ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഒരാളുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എപ്പോഴാണ് ഉണ്ടാവുക? അയാൾ സമാധാനം ഉണ്ടാവുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇത്തരം വൈകൃതങ്ങളിൽ കൂടി ഒരാൾ പോകുമ്പോൾ അയാളുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ല ഉണ്ടാവുക. അയാൾ മോശപ്പെട്ട എല്ലാ തിന്മകളിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ്. സാർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വൈകല്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫോണിലുള്ള സംഭാഷണങ്ങൾ അല്ലേ, അത് ഒരു അശ്ലീലമായ ചുവയോടുകൂടി സംസാരിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളില്ലേ, അതും ഇതിൻ്റെ ഒരു ഭാഗത്തിൽ. തീർച്ചയായും ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മറ്റൊന്നാണ് ഈ ഇതുണ്ടല്ലോ, സ്ത്രീകൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെൻറ്റ്സ്, അല്ലെങ്കിൽ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ. അത്തരം വസ്തുക്കൾ കാണുന്ന സന്ദർഭത്തിലും അത് ഉപയോഗിക്കുന്ന സന്ദർഭത്തിലും ഒരു തരം സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഫെറ്റിഷിസം എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ ഫെറ്റിഷിസം എന്നുള്ള ആ ഒരു ടേമിൽ കൂടി വരുന്ന എന്താ വെച്ചാൽ, സ്വകാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം വസ്തുക്കൾ. ഇപ്പോൾ ഹോസ്റ്റലുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ ഇത്തരം അണ്ടർ ഗാർമെൻറ്റ്സ് കളവ് പോകുന്നു. കളവ് പോകാൻ കാരണം എന്താണ്? ഇത്തരം രതിവൈകൃതങ്ങളുള്ള ആളുകൾ അത് ചോരണം നടത്തുന്നു, കളവ് നടത്തുന്നു. അപ്പോൾ അതൊരു വൈകൃതമാണ്. അപ്പോൾ ഇത്തരം വൈകൃതം ഉള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ട് എന്നുള്ള അറിവൊന്ന് നമുക്കുണ്ടാവുക. രണ്ടാമത്തത്, സ്വകാര്യമായി വെക്കേണ്ട കാര്യങ്ങളൊക്കെ സ്വകാര്യമായിട്ട് തന്നെ വെക്കുക. അത് പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യാതിരിക്കുക. അതാണ് അതിൻ്റെ പരിഹാരം. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണ്? ബസ്സിൽ നിന്ന് കിട്ടുന്ന പീഡനങ്ങളാണ്. കാരണം ആ സ്പർശന സുഖം കിട്ടുന്ന ആളുകൾ പബ്ലിക്കായിട്ട് അവരവരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നു. എക്സിബിഷനിസം മറ്റൊരു രോഗമാണ്. സ്ത്രീകൾ തീരെ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് അവരുടെ ലൈംഗികമായിട്ടുള്ള സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരാനന്ദം കിട്ടുക. അതാണ് എക്സിബിഷനിസം എന്ന് പറഞ്ഞത്, അല്ലേ? അത് പ്രകടിപ്പിക്കുന്നത് ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമാവണമെന്ന് ഇസ്ലാം പരിമിതപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മാത്രമേ അവിടെ ഒരു ഭദ്രത ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട ആ ഒരു കാര്യം ലോകത്തുള്ള എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടി തുറന്നു വിടുന്നതിൽ കൂടി അവൾ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുക ചെയ്യുന്നത്. പലരുടെയും കണ്ണിൽ അസൂയ ജനിക്കാനും അവളോട് കാമാർത്തിയോടുകൂടി നോക്കാനും സമീപിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുകയാണ് എക്സിബിഷനിസം എന്നുള്ള അവസ്ഥയിൽ കൂടി. അതായത് തൻ്റെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ, ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ, സ്വകാര്യമായിട്ട് സൂക്ഷിക്കേണ്ട എല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള വാഞ്ച. അത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പനയിൽ ഇന്ന് ലഭ്യമാണ്. ഏറ്റവും കൂടുതൽ വലിയ കച്ചവടങ്ങൾ നടക്കുന്നത് എന്താണ്? അത്തരം വസ്തുക്കളാണ്. ആ കച്ചവടക്കണ്ണ് മനസ്സിലാക്കാൻ പോലും സ്ത്രീ സഹോദരിമാർക്ക് സാധിക്കുന്നില്ല. അല്ല, ഈ ഒരു 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ച വലിയ ഒരു മാറ്റം എന്താണ് സർ? അല്ലേ, കോസ്മെറ്റിക്സിൻ്റെ വിൽപ്പന ഓൺലൈൻ മോഡിൽ കൂടി ക്രമാതീതമായി വർദ്ധിച്ചു. ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അപ്പം അവർ മനസ്സിലാക്കുകയാണ് ഈ ഒരു കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നത് മുഖേന എൻ്റെ സൗന്ദര്യം വർദ്ധിക്കും. എന്നാൽ അതുണ്ടാക്കുന്ന സൈഡ് ഇഫക്ട്സുകൾ, അതുണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ, അല്ലേ, ദുരന്തങ്ങൾ, അതിനെക്കുറിച്ച് ഗവേഷണങ്ങളും പഠനങ്ങളും റിപ്പോർട്ടുകളൊക്കെ വന്നിട്ട് പോലും നമുക്കത് വായിക്കാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ രതിവൈകൃതങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ പരിഹാരത്തിനെ കുറിച്ച് പറയാം? പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം സംശുദ്ധമാവുക എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ ഏതൊരു കാര്യത്തിനും അമിതമായ പരിഗണന നൽകേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ലൈംഗികത എന്നുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യൻ്റെ പ്രജനനത്തിനും ആ ഒരു തലമുറ ഇവിടെ നിലനിൽക്കാനും വേണ്ടിയിട്ടാണ്. ലൈംഗികമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉള്ള ഒരു വ്യക്തി വൈവാഹിക ജീവിതത്തിൽ കൂടി പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണത്.
എന്നാൽ അതിനു മുമ്പ് അത്തരത്തിലുള്ള ലൈംഗികമായ ചോദനകൾ ഉണ്ടാവുമ്പോൾ വിവാഹത്തിന് മുമ്പ് അയാളത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപവസിക്കാൻ അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കാൻ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ അറ്റൻഷനെ, നമ്മുടെ ശ്രദ്ധയെ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഡൈഗ്രസ് ചെയ്യാൻ പറ്റുന്ന, മാറ്റി നിർത്താൻ പറ്റുന്ന മറ്റനേകം നല്ല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലേ. ലോകത്ത് ഈ കാര്യം മാത്രമല്ലല്ലോ ഉള്ളത് അല്ലേ. നമ്മുടെ സമയത്തെ നമ്മൾ എങ്ങനെ എൻഗേജ് ചെയ്യണം, അത് നമ്മളാ തീരുമാനിക്കേണ്ടത്. അത് ക്രിയേറ്റീവായ, മൂല്യവത്തായ, നമ്മുടെ ജീവിതത്തിനും നമ്മുടെ പഠനത്തിനും നമ്മുടെ ഭാവിക്കും ഉപകരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്തു തീർക്കാനുണ്ട്. ജീവിതം എന്നുള്ളത് സെക്സിന് വേണ്ടി മാത്രം വിനിയോഗിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമയം നീക്കി വെക്കേണ്ടത്. ഇത്തരം വൈകൃതങ്ങൾ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കൗൺസിലിങ്, ആ കൗൺസിലിങ്ങിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്ന് കൃത്യമായി അത് പരിശോധിക്കാനും കണ്ടെത്താനും അതിനുള്ള സൈക്കോ തെറാപ്പി നൽകാനും, ഒപ്പം തന്നെ മെഡിക്കേഷൻ. പല വൈകൃതങ്ങൾക്കും ഒരു കൗൺസിലിംഗ് മാത്രം പരിഹാരമേ അല്ല. അപ്പോൾ അതിനുള്ള ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് കണ്ടെത്തുക, അതുപോലെ തന്നെ മെഡിക്കേഷൻ നൽകുക. അത് ആ മെഡിസിൻ കൃത്യമായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ, അത് ആഹരിക്കുമ്പോൾ, കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ട്. അല ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ മനസ്സുകളിൽ പലതരത്തിലുള്ള ചിന്തകളുണ്ടാവും. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹം പറയുന്ന സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാൻ പറ്റും അല്ല, ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസൂ എന്നാണ്. തീർച്ചയായും മനസ്സ് എന്ന് പറയുന്നത് തിന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്നതാണ്, പ്രേരിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അവിടെയൊക്കെ അതിനുള്ള പരിഹാരം നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മളിലേക്ക് എത്താം, പലതരത്തിലുള്ള മോശമായ തിന്മകളുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് എത്താം. പക്ഷെ ആ ചിന്തകൾക്കൊക്കെ അതിൻ്റെ വഴിയെ വിട്ടുകൊടുക്കുക എന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് അവിടെ നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിനെക്കുറിച്ചുള്ള, നാഥനെക്കുറിച്ചുള്ള, സ്രഷ്ടാവിനെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ നോമ്പ് പോലെയുള്ള കാര്യങ്ങൾ, മറ്റു നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നന്മയുടെ വശങ്ങളുണ്ട്. അവിടേക്കൊക്കെ നമ്മുടെ മനസ്സിലൊന്ന് പാകപ്പെടുത്തിയാൽ ഇത്തരം മോശമായ മലിനമായ ചിന്തകളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു കൗൺസിലറെ കാണുകയും ആ കൗൺസിലറുടെ നിർദ്ദേശമനുസരിച്ച് കൗൺസിലിങ്ങിലൂടെ, സൈക്കോ തെറാപ്പിയിലൂടെ ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ഏകദേശം നമുക്ക് സുഖപ്പെടുമെങ്കിൽ ഓക്കെ. അതല്ല അതിൻ്റെ അപ്പുറത്തേക്കൊരു മരുന്ന്, ചികിത്സ, ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻ എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ലഭിക്കുന്നതെങ്കിൽ പലപ്പോഴും പല ആളുകളെയും കാണാറുള്ളത് ഈ ഒരു കാര്യത്തിന് ഞാൻ ഡോക്ടറെ കാണണോ, തൽക്കാലം പോകേണ്ടതില്ല എന്നൊരു സ്വയം തീരുമാനമെടുത്ത് പിന്മാറാറാണ്. അത്തരക്കാരാണ് വീണ്ടും ഇതിനേക്കാളും വലിയ അബദ്ധത്തിലേക്കും അപകടങ്ങളിലേക്കും എത്താറുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മെഡിക്കേഷൻ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ, മരുന്നെടുക്കേണ്ട ഒരു രോഗത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ വളരെ രമ്യമായി ഒരു നിശ്ചിത കാലത്തിനകത്ത് തന്നെ ഈ മനസ്സിനെ ബാധിച്ച ഈ രോഗം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. മറ്റൊന്ന് നമ്മൾ സൂചിപ്പിക്കാൻ വിട്ടത് പിഡോഫീലിയ എന്ന് പറഞ്ഞാൽ, പിഡോഫീലിയ എന്ന് പറഞ്ഞാൽ ഇന്നത് വ്യാപകമാണ്, കുട്ടികൾ പറയാൻ പറ്റും. ചെറിയ കുട്ടികളെ പോലും രതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം, പ്രത്യേകിച്ച് സെക്സ് അബ്യൂസ് കൂടുകയാണ്. കാരണം വളരെ മോശപ്പെട്ട പോൺ സൈറ്റുകൾ, പോൺ വീഡിയോസ് നിരന്തരം കാണുന്ന മധ്യവയസ്കരും പ്രായം ചെന്ന ആളുകളിലും ഇത് സാർവത്രികമാകുന്നുണ്ട്. കാരണം അവരുടെ കൈകളിൽ 24 മണിക്കൂർ മൊബൈലാണല്ലോ. അപ്പോൾ ചിലപ്പോൾ സ്വന്തം ഭാര്യമാർ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിലും അതിന് അനുകൂലമായി പ്രതികരിക്കുന്നതിലും പിന്നോട്ട് പോകുമ്പോൾ, അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് അവർ കാണുന്നത് ഇത്തരം പോൺ വീഡിയോസ് കാണുക എന്നുള്ള. ഈ പോൺ വീഡിയോസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സീമകളൊക്കെ ലംഘിക്കപ്പെടും. പിന്നെ അവരുടെ കൈകളിൽ കിട്ടുന്നത് ആരാണ്? അവരോടാണ് അത് കാണിക്കുക. കഴിഞ്ഞ ദിവസവും എന്നോട് ഫോണിൽ കൂടി ഒരു സഹോദരി അവർ വിളിച്ചു പറയുന്നത് 2 ദുരനുഭവങ്ങൾ 2 മക്കൾക്കുണ്ടായി. ഒന്ന്, കല്യാണം കഴിഞ്ഞ് മുന്നോട്ട് പോയി ഭർത്താവ് അമ്മോഷനെ വിളിച്ച് പറയാണ്, നിങ്ങൾ വല്ലാതെ വയലൊന്നും പറയാൻ നിൽക്കണ്ട, നിങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോൾ മോൾ എന്നോട് കൃത്യമായി പറഞ്ഞു തന്നു. രണ്ടാമത്തേത് 9 വയസ്സുള്ള മറ്റൊരു പെൺകുട്ടി കൂടി അതിൻ്റെ വിക്ടിമാവുകയാണ്. ആ വിക്ടിമാവുന്ന ഘട്ടത്തിൽ അത് പുറത്ത് പറയാതിരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം അത്ര ഭീകരമായ ഒരവസ്ഥയിലേക്ക് ഇത് പോയിട്ടുണ്ട്. മാത്രമല്ല
ഈ കക്ഷി അത് ന്യായീകരിക്കുന്നു, ഞാൻ അങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടില്ല. ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അവർ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും മറന്നു പോകും. അവർക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പിഡോഫീലിയ എന്ന് പറയുന്ന സംഗതി ശിശുക്കളെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ രതിക്രീഡയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ അവർ മാനസിക രോഗികളാണ്. നമ്മൾ അത്തരം കൊലപാതകങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഉപ്പമാർ സ്വന്തം മക്കളെ ഇൻസസ്റ്റ്, അത് അതും ഇപ്പം നടക്കുന്ന സംഗതിയാണ്. സ്വന്തം ഉപ്പ സ്വന്തം മകളെ ലൈംഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, ഇൻസസ്റ്റ് എന്ന് അതിന് പറയാം. സ്വന്തം റിലേഷനിലുള്ള ആളുകൾ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ഏറ്റവും അടുത്ത ആളുകളെ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ സാർവത്രികമാകാനുള്ള കാരണങ്ങൾ മീഡിയ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മീഡിയ അതിന് നല്ല കാരണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ആരോടും എന്തും എപ്പോഴും ചെയ്യാം എന്നുള്ള ഒരു ലൈസൻസ് കിട്ടുകയാണ്. ഒരു വട്ടം ഇത്തരം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ അത് ശരിയായി. ഏതൊരു തെറ്റും തെറ്റിൻ്റെ 1-ാം തീയതി തെറ്റും 2-ാം തീയതി ശരിയുമാണ്. പിന്നെ ആളുകൾ ചിലവർ ചോദിക്കാറുണ്ട്. അടുത്ത ദിവസം ഒരു സഹോദരി ഫോണിൽ കൂടി വിളിച്ചിട്ട്, എൻ്റെ ഭർത്താവ് പോൺ സൈറ്റ് നിരന്തരമായി കാണുന്നുണ്ട്, അപ്പോൾ അത് തെറ്റൊന്നുമില്ലല്ലോ അത് ചോദിക്കുക. കാരണം ഈ ഭർത്താവ് പറഞ്ഞു കൊടുക്കുകയാണെന്ത്, ലോകത്തുള്ള എല്ലാവരും ഇതൊക്കെ കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, നീ മാത്രം ഇപ്പോൾ ഇത് വിമർശിച്ചിട്ടൊന്നും കാര്യമല്ല. കാരണം ഈ പെണ്ണിനെ അയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് അത് ചെയ്യുന്നത് ഹലാലാണ്. ഈ രൂപത്തിൽ ഫത്വ സ്വയം ഉണ്ടാക്കുന്ന കുറേ ആളുകളാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്നത്. എന്നാൽ അതുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അവർ ആലോചിക്കുന്നില്ല. ഒരാളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താനും ആത്മവിശ്വാസം കുറയാനും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാനും അല്ലേ, കുറ്റബോധത്തോട് കുറ്റ മനസ്സോടുകൂടിയാണ് പിന്നെ അയാൾ ജീവിക്കുക. കാരണം അവർക്ക് സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റൂല. നമുക്ക് മനുഷ്യൻ്റെ മനസ്സിൽ സമാധാനവും ആ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവണമെങ്കിൽ തെറ്റിൽ നിന്ന് നമ്മൾ മുക്തമായേ പറ്റൂ. ഒരു സിന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ഉൾവലിയൽ ഉണ്ടാക്കും. കാരണം നമുക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. മാഹാക്ക അത് മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കും. നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഒരാളോടും സംസാരിക്കാൻ പറ്റൂല. കാരണം നമ്മുടെ മനസ്സ് നമ്മെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഗിൽറ്റി കോൺഷ്യസ്നെസ് എന്നാണ്. ആ ഗിൽറ്റി കോൺഷ്യസ്നെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിലും വിജയം വരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട്. പിന്നെ അതിനുള്ള പരിഹാരം എന്താണ്? ആ തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും പിന്നീട് ഒരിക്കലും ആ തെറ്റിലേക്ക് പോവാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതാണ് നേരത്തെ സാറ് ഓതി കേൾപ്പിച്ച ആയത്ത്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു ഇല്ലാ മാ റഹിമ റബ്ബി. മനുഷ്യരെല്ലാവരും മനസ്സ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അള്ളാഹിൻ്റെ പ്രത്യേക കരുണ ലഭിച്ച മനസ്സൊഴികെ. അപ്പോൾ ആ ഒരു മാഹൗൽ ക്രിയേറ്റ് ചെയ്യാൻ, ആ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ മക്കളെ പ്രേരിപ്പിക്കണം. മക്കൾ സഹവസിക്കുന്ന കൂട്ടുകൂടുന്ന സാഹചര്യങ്ങൾ നല്ലവരുമായിട്ടാവണം. ഇത്തരം പോണുകൾ കാണുന്ന, ഇത്തരം അശ്ലീലങ്ങൾ കാണുന്ന, ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളുടെ കൂടെയാണ് നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സൗഹൃദത്തിൽ ചേക്കേറുമ്പോൾ ആ തെറ്റ് സാർവത്രികമാവും, അവർക്ക് പ്രശ്നമാവില്ല. അപ്പോൾ ഓരോ രക്ഷിതാവും മക്കളുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഒബ്സർവ് ചെയ്യണം എന്നുള്ളതാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഒളിഞ്ഞു നോക്കുന്ന സീന് കണ്ടു എന്ന് വിചാരിക്കുക. പെട്ടെന്നെല്ലാം കൂടി തീരുമാനമാക്കാൻ നമ്മൾ പോകരുത്. സാർവത്രികമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഒരു കുട്ടി ബാത്റൂമിൽ പോയി, ഇതൊക്കെ ഒന്ന് സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കൗമാരത്തിലെത്തിയ ഒരു ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അവർ സെൽഫ് റിസർച്ച് നടത്തും. അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ സ്വന്തം ലൈംഗിക അവയവങ്ങൾ ഗവേഷണം നടത്തുന്നവരാണ് ആ പ്രായത്തിൽ ആ കുട്ടികൾ. അപ്പോൾ അവർ ടോയ്ലറ്റ് പോകുമ്പോൾ ചിലപ്പോൾ 10-15 മിനിറ്റ് അധികം അവരെടുത്ത് എന്ന് വരാം. അപ്പോൾ അവിടെ പോയിട്ട് ഒച്ച ഉണ്ടാക്കി നമ്മൾ ദമ്മ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്താകും, അതവരിൽ ആങ്സൈറ്റി ഉണ്ടാക്കും. നേരെ മറിച്ച് ശാന്തമായിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ ആക്ഷേപിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. ഈ പ്രായം കൗമാരം എന്ന് പറഞ്ഞത് ഗവേഷണത്തിൻ്റെ പ്രായം കൂടിയാണ്. കാരണം അവരുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കുറേ മാറ്റങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഒട്ടും ഒരാളോട് ചോദിക്കാനും പറ്റില്ല. ചോദിച്ചാൽ തന്നെ ആളുകൾ കുരച്ചു ചാടുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ അവർ സ്വകാര്യമായി ഇത്തരം സംശയങ്ങളൊക്കെ ആരോടാണ് ചോദിക്കുക? അവരുടെ പിയർ ഗ്രൂപ്പിനോടാണ്. പിയർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന വിവരം അപൂർണമായിരിക്കും. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ ചില ചാപ്റ്റേഴ്സ് മറച്ചു നോക്കും. അങ്ങനെയാണ് അവർ ഇങ്ങനെയുള്ള ഗ്യാങ്ങിലൊക്കെ എത്തിപ്പെടുന്നത്. അതുകൊണ്ട്
കറക്റ്റ് ഗൈഡൻസ് ഒരു ആസ് എ ഫ്രണ്ട് വളരെ പ്രധാനമാണ്. ഒരു സുഹൃത്തിൻ്റെ ആ ഒരു റോളിലാണ് മാതാപിതാക്കൾ കൗമാരത്തിൽ മക്കളോട് ഇത്തരം കാര്യങ്ങൾ സംവദിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം. ഓക്കെ, ജസാക്കല്ലാ ഖൈറൻ. നല്ലൊരു ചർച്ച, നല്ല ഒരു ഒരു വിഷയത്തിലേക്കുള്ള ഉൾക്കാഴ്ചയാണ് നൽകിയത്. കൂടെ പറയാനുള്ള ഒരൊറ്റ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ കുട്ടികളുമായിട്ടുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങൾ അത് കൃത്യമായി ഇടപെട്ട ആളുകളായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുക. വീണ്ടും അത് തുടരുന്നു എങ്കിൽ പോക്സോ പോലെയുള്ള കേസുകൾ അത്തരക്കാരായാണ് കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അതിൽ ഇടപെട്ട് ഇതാക്കാം. പിന്നീടും അത് തുടരുകയാണെങ്കിൽ അതിനുള്ള നിയമാവലികളിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അതിൽ പ്രത്യേകം അവരോടൊരു കാരുണ്യം കാണിക്കേണ്ടതില്ല എന്നുകൂടി പറയണം. ആദ്യം ഉണർത്തേണ്ട കാര്യങ്ങൾ ഉണർത്തുക, പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഏതായിരുന്നാലും ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ വളരെ ഹൃദ്യമായ നല്ല ഒരുപാട് നിർദ്ദേശങ്ങൾ നിന്ന് പല കാര്യങ്ങളിലേക്കും നല്ലൊരു അൾട്ടിമേറ്റ് നിർദ്ദേശം നമുക്ക് നൽകിയ, സൊല്യൂഷൻ നമുക്ക് നൽകിയ ബഹുമാനനായ സയ്യിദ് സാറിനുള്ള ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. നല്ല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ സമൂഹമൊക്കെ അറിയേണ്ട, ഉത്ബോധിപ്പിക്കേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് വരാറുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥന വേണം. അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.